ആ ഇടപ്പ ആ ഇല്ല വന്നിട്ട് ഇതപ്പോ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. എന്താ ചെയ്യാ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ ഒരാഴ്ചയും കൂടി ഒന്ന് ക്ഷമിക്ക് കേട്ടാ. ഏ ആടാ, ഒരാഴ്ചയും കൂടി ക്ഷമിക്ക്, ഞാൻ അറേഞ്ച് ചെയ്തിട്ട് അയച്ചു തരാം. ഹ, പൈസയൊന്നും പോവില്ലടോ. ആ അയച്ചു തരണ്ട് കേട്ടാ, നീ ഒന്ന് ക്ഷമിക്ക്. വീട്ടിലെന്തേലും അത്യാവശ്യമൊന്നും ഇല്ലല്ലോ? അയക്ക ആ ആ ആയിക്കോട്ടെ, എന്തായാലും ഒരാഴ്ചയും കൂടി ഒന്ന് ക്ഷമിക്കട്ടാ. ഏ മാത്രല്ല, ഞാൻ ബാപ്പുട്ടിക്കാരന്റെ അടുത്ത് കുറച്ച് പൈസ വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അതും കൊടുക്കണം. ആ ആകെ ബുദ്ധിമുട്ടാണ്, പറയണ്ട. ഇപ്പൊ നമ്മള് പ്രവാസികളുടെ അവസ്ഥ അതൊക്കെ തന്നെയല്ലേ. ആ എന്തായാലും ഈ ഒരാഴ്ച ക്ഷമിക്കട്ടാ. ഓക്കേടാ, ശരി. എന്ത് ചെയ്യും? എത്ര അടിച്ചു വാരിയാലും പിന്നെയുണ്ടാവും കച്ച. ആ ഇതെപ്പോഴാ വന്നേ? ഞാൻ അതപ്പോഴും വന്നു. എന്താ ഇവിടെ ഇരിക്കണ്? ചായ വെള്ളമൊന്നും വേണ്ടേ? ഒന്നും വേണ്ട. ഞാൻ ആ സൈഡൊക്കെ ഒന്ന് അടിച്ചു വരാച്ചിട്ടേ ചെക്കന്മാര് സ്കൂളിൽ പോയല്ലോ ഒക്കെ നടക്കുള്ളൂ. ഇതെന്തത് ഭയങ്കര വിഷമത്തിലിരിക്കണ്? നീ ദേഷ്യ കിട്ടാത്തതിന്? എന്തൊരു ദേഷ്യം? ദേഷ്യത്തിന്റെ പ്രശ്നമല്ല. പിന്നെ എന്താണ് മുഖൊക്കെ ഇങ്ങനെ നോക്ക്? എന്ത് പറ്റിയത്? ഒന്നുമില്ലാതെ, പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്തേ, പിന്നെ മറ്റേ അവിടെ ഫ്രണ്ട് ഉണ്ട് മുജീബ്, ഓന്റെ അടുത്തുനിന്ന് കുറച്ച് പൈസ വാങ്ങിയില്ലായിരുന്നു. അത് കുറച്ച് മുമ്പ് വാങ്ങിയതാണ്. ഞാനൊരു നാട്ടിലെത്തിയിട്ട് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിച്ചത് ഒരു 25,000 രൂപ ഉണ്ട്. അപ്പൊ അത് അവന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ എവിടേക്ക് അയച്ചാലും ഇപ്പൊ നമുക്ക് കയ്യിൽ പെട്ടെന്ന് പൈസ ഉണ്ട്. ബാപ്പുട്ടിക്കാരന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ അവിടുന്ന് വാങ്ങിയതാ സുഹൃത്തുക്കള്. അപ്പൊ അത് കൊടുക്കാനിപ്പോ എന്തപ്പോ, എനിക്ക് കിട്ടാനുള്ള കുറച്ച് പൈസ ഉണ്ട്, അത് കിട്ടണില്ല. അത് വിളിക്കുമ്പോ ഫോൺ എടുക്കണില്ല, തരാനുള്ളവര് ഫോൺ എടുക്കണില്ല. നമ്മളീ കൊടുക്കാനുള്ളവരായതുകൊണ്ട് നമ്മൾ ഫോൺ എടുക്കും. പക്ഷെ ഫോൺ എടുത്തിട്ട് എന്താ പറയാ, ഞാൻ അവനോട് ഒരാഴ്ച കഴിഞ്ഞാ അയക്കാന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞാൽ ആ പൈസ എവിടുന്ന് ഉണ്ടാക്കും? അതല്ലെങ്കിലും എന്നും അങ്ങനെ തന്നെയല്ലേ. അമ്മക്ക് ആരെങ്കിലും 10 പൈസ തരാണ്ടെങ്കിൽ അതിനൊരു നിലയും വില ഉണ്ടാവില്ല. കൊടുക്കാനുള്ള പൈസക്ക് അത് ഭയങ്കര നിലയും വില. എന്തായാലും നമ്മള് വാങ്ങിയതല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തപ്പോ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടില്ല. എന്റെ കയ്യിൽ പൈസ ആയിട്ടൊന്നുമില്ല. ഞാൻ മറ്റേ ഫോൺ അവിടെ ഇരിക്കുന്നത്, അതാണ് വിറ്റാലോ വിചാരിക്കുക. ഞങ്ങൾ ആഗ്രഹിച്ച് മോച്ച് വാങ്ങിച്ചല്ലേ, ആ എന്തിനാ വെക്കണേ? എന്താ ചെയ്യാ, പൈസ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ആൾക്കാർ ചീത്ത അറിയില്ലേ? അതിപ്പോ നമ്മളോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് ചീത്ത പറയാത്തത്. വിളിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. എന്താ ചെയ്യാ? സൊല്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അതൊക്കെ സ്വർണ്ണമായിരുന്നെങ്കിൽ എന്തേലും ചെയ്യായിരുന്നു. ഞാനേ ഗ്ലാസ് വെള്ളം എന്തെങ്കിലും എടുത്തിട്ട് വരാം. വെള്ളം ഒന്നും ഇപ്പൊ ഇറങ്ങൂല എങ്ങാതി. ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്ക. നിങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്ക്. എടാ, ഒന്ന് കല്യാണം താണ്ട് പോണ്ടേ? ഈ പോരണില്ലല്ലോ. ഈ കല്യാണം കളിയാട്ടും അതും ഇതും എന്ത് ചെയ്യും? ഗൾഫിൽ പോയാൽ എന്തേലും ഒരു മാർഗം ഉണ്ടാവുന്നില്ല. കേട്ടോ, ഇത്ര ഒരു ചായ ഉണ്ടാക്കിയ ഗ്യാസ് ഓൺ ചെയ്തിട്ടാ പോണത്? എന്താ ഗൂഗിൾ പേ നോക്ക് മനുഷ്യ. ഗൂഗിൾ പേയിലൊന്നും 10 പൈസ ഇല്ലാട്ടാ, വെറുതെ പൈസക്ക് വേണ്ടിട്ട് മെനക്കെടണ്ട. എന്റെ അടുത്ത് 5 പൈസ ഇല്ലാതിരിക്കുകയാണ്, പറഞ്ഞില്ല വേണ്ട. 27,000 വിട്ടുണ്ട്. 27,000 തന്നെയല്ലേ? ഞാൻ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇതിലാകെ 300 റുപ്യ ഉണ്ടായിരുന്നുള്ളൂ. എവിടുന്നാടി എന്റെ അടുത്ത് ഇത്ര അധികം പൈസ?
ഇപ്പൊ തൽക്കാലം കൂട്ടുകാരൻ അയച്ചു കൊടുത്താളെ എന്തേലും ആവശ്യം ഉണ്ടാവും. ഇത് പറയൂ, ഇവിടുന്ന് നമുക്ക് പൈസ അതൊക്കെ ഉണ്ട്. പറയ്. നിങ്ങൾക്ക് മാസം എത്ര രൂപ അയച്ചിട്ടുണ്ടായിരുന്നു? മാസം പലതരത്തിലല്ലേ ഞാൻ അയക്കല്. ഉള്ളതിനനുസരിച്ചിട്ട് അയക്കും അല്ലെ? അതെ. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ചെലവൊക്കെ ഇവിടെ ഉണ്ടാവാറില്ല. ചെലവുള്ള ഇയ്യനല്ലേ പറയല, ആ ചെലവുണ്ട് ഈ ചെലവുണ്ട് ആക്കി പൈസ എന്നൊക്കെ പറയല്. ഞാനല്ല, നിങ്ങളമ്മയും പെങ്ങന്മാരും ഉള്ള സമയത്ത് നിങ്ങൾ എത്രയാണോ അയച്ചത് അത്ര തന്നെയാണ് ഇവിടെ നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നത്. അതെ. നിങ്ങളെ ഇന്ന് എടുത്തു വെച്ചുണ്ടാക്കിയ അതെങ്ങനെ? അപ്പൊ മക്കൾക്ക് ഭക്ഷണത്തിനും അതിനൊക്കെ എന്താ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നിങ്ങളമ്മയും ദാരിദ്ര്യത്തിൽ ജീവിക്കും. ആര് പറഞ്ഞ ദാരിദ്ര്യത്തിൽ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടെ അസലായിട്ട് എന്റെ മക്കളെ നന്നായിട്ട് ലാവിഷായിട്ട് ഹെൽത്തി ആയിട്ടാ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാ നിങ്ങൾ വിചാരിക്കുന്നത്? കറണ്ട് ബില്ലും അതും ഇതൊക്കെ ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്ത്? ഉമ്മ ഉണ്ടായിരുന്ന സമയത്ത് കറണ്ട് ബില്ലേ 3000 റുപ്യ ആയിരുന്നു. അന്ന് പെങ്ങന്മാർ 2 ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ഇമ്മ ഉണ്ടായിരുന്നു. ഇമ്മ മരിച്ചപ്പോ ഓലോല വീടുകളിലേക്ക് പോയി. ഉമ്മാനെ നോക്കാൻ ഇവിടെ നിന്നുണ്ടായിരുന്നു, ഓലോല പെരകളിലേക്ക് പോയി. അപ്പൊ കറണ്ട് ബില്ല് കുറഞ്ഞ് എങ്ങനെയെന്നല്ലേ ഞാനേ ആ വാഷിംഗ് മെഷീൻ ഇടുന്ന പരിപാടി അങ്ങോട്ട് നിർത്തി. ആകെ എന്റെ മക്കളുടെ മാത്രം ഡ്രസ്സല്ലേ ഇവിടെ ഉള്ളൂ. അത് ഞാൻ ആ തിരുമണ കല്ല് അവിടെ നിൽക്കുന്നുണ്ട്, തിരുമ്പും. അതിന്റെ തൊട്ടടുത്തല്ലേ നമ്മളെ കിണറ്. കിണറ്റിന്ന് വെള്ളം എടുത്തിട്ട് ആ ഉരുളിയിൽ കണ്ട് ഒഴിക്കുക, അവിടെ ഇട്ടാണ് തിരുമ്പുക. അപ്പൊ എന്താണ് രണ്ടിന്റെ കാര്യം. എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല സ്ട്രോങ് ആയിരിക്കും ഞാന്. നല്ല സ്ട്രോങ് ആവുകയും ചെയ്യും, കറണ്ട് ബില്ല് പറയുകയും ചെയ്യും. ഇനി അടുത്തത്, നിങ്ങളുടെ മക്കൾക്ക് ഏത് നേരം നോക്കിയാലും ഈ പൊരിച്ചേക്കില്ലേ KFC, അത് വേണം, ഉരുളക്കിഴങ്ങ് പൊരിച്ച് മേടിക്കണം, ഫ്രഞ്ച് ഫ്രൈസ്. അതൊന്നും വാങ്ങിക്കൊടുക്കാതെ അയ്യടാ അതൊക്കെ നിങ്ങളുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ ഈ കണ്ണി കണ്ട ഹോട്ടലിൽ